ഞാൻ മേടിക്കണം എന്നാലോചിച്ചുകൊണ്ടെങ്കിൽ പല ഇതും സെർച്ച് ചെയ്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂട്ട് ബാഗാണ്. സോ ഞാനത് മീഷോ എന്നാണ് മേടിച്ചത്. സോ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡ് ബാഗ്സാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓഫീസിൽ പോകാനായാലും ബാക്കി എല്ലാത്തും ഒന്നോ ഇപ്പോൾ 1 ഡേ ട്രിപ്പ് അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ 1 സൈഡ് ബാഗാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നാലും എപ്പോഴും കംഫർട്ടബിൾ നമുക്ക് 2 സൈഡ് ബാഗ്സ് ആയിരിക്കും. ഇപ്പോൾ ഗേൾസിന് കൂടുതലും അറിയാമല്ലോ. ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മേടിക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ബാഗാണ്. അപ്പോൾ അത് ഞാൻ പല ആൾക്കാരും മേടിച്ചായിട്ട് കണ്ടു. പക്ഷെ എൻ്റെ കണ്ണിൽ അത് വളരെ ചെറുതാണ്, ഭയങ്കര ചെറുതാണ്. എന്നാലും ചെറുതാവുമെന്നും ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കിത് ഞാൻ ഡെലിവറി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും അത്യാവശ്യം നമ്മുടെ സാധനങ്ങളെല്ലാം കൊള്ളുന്ന, ഇപ്പോൾ ഓഫീസായാലും കോളേജിലും കൊണ്ടുപോകാൻ പറ്റുന്ന അത്യാവശ്യം അടിപൊളി സാധനം. ഞാനിത് മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യണത്. ഇതിൻ്റെ കാര്യം വേറെ എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഒന്നാമത്തെ കാര്യം, ഞാൻ അങ്ങനത്തെ കൂടുതലും കളക്ട് ചെയ്യാറുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ക്വാളിറ്റി സൂപ്പറാണ്. അത് എന്തിനാണ് മീഷോ ഇത്രയും നല്ല ബാഗ് ഇത്രയും വിലയ്ക്ക് കൊടുക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. പിന്നെ അത് ഒരു ഈ ജൂട്ട് മെറ്റീരിയലാണ്. സാധാ അല്ല, പറഞ്ഞൊന്നും പോവില്ല. അതിൻ്റെ അത്രയും നമ്മൾ ഇടുന്ന വള്ളിക്ക് പോലും ഇത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അത് പിടിക്കുമ്പോൾ എത്ര വേണേലും ക്വാണ്ടിറ്റി ഇടാം. എന്നാലും നമുക്കൊരു മാക്സിമം ഒരു ഇതുണ്ടല്ലോ, അതിൽ ആവറേജ് അത്രയും നിൽക്കും. എന്നാലും അത്യാവശ്യം സാധനങ്ങൾ കാണിച്ചു തരാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാം ഇട്ടൊക്കെ നോക്കി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ ഈ വള്ളി വയ്ക്കുമ്പോൾ കുഞ്ഞതായിട്ട് തോന്നുമോ എന്നൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാൻ കൊണ്ട് കിട്ടുന്ന കംഫർട്ട്. കാര്യം അത്രയും കനം നമുക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് പോലും തോന്നത്തില്ല. ഞാൻ ആലോചിച്ചു, ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കളറും എനിക്ക് തോന്നുന്നു ഒരു കളറേ ഉള്ളൂ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഓർത്ത് ചെറുതാണെങ്കിൽ ഞാൻ തിരിച്ച് റിട്ടേൺ കൊടുക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. കാര്യം എപ്പോഴും ഈ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ വലിയ 2 സൈഡ് ബാഗ് ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇവരോർക്കണം വലുതാണെന്നെങ്കിൽ ഒരുപാട് സാധനം അതിനകത്തുണ്ട്, അത് പിടിക്കത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ ഒരു ചെറിയ ബാഗ് മേടിക്കാം. അപ്പോൾ എല്ലാം കൊള്ളുകയും ചെയ്യും, കംഫർട്ടബിൾ ആയിരിക്കും. ഗേൾസ് ഇപ്പോൾ എല്ലാവർക്കും. പക്ഷേ ഇത് ബോയ്സിന് പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ ബാഗാണ് ഞാൻ ഇന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് കേട്ടോ, നമ്മുടെ കയ്യിൻ്റെ ഇങ്ങനെ നോക്കൂ കേട്ടോ, ഇത്ര ഉണ്ടാവും. ഇതാണ് മോളെ മെറ്റീരിയൽസ് കണ്ടോ. ഇതങ്ങനെ പോവത്തൊന്നുമില്ല കണ്ടോ. പിന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ ഇതുണ്ട്. ഈ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഇട്ടയച്ചത്. അപ്പോൾ ഈ ഒരു കളറ് ഒരു വെറൈറ്റി കളറാണ്, വേറെ ബാഗ്സിനൊന്നുമില്ല. പിന്നെ ഈ 2 സൈഡിലായിട്ട് ഇങ്ങനെ പിന്നെ അലാസ്റ്റിക്കിൻ്റെ ഒരു വെള്ളമോ എന്തെങ്കിലും പൈസയോ എന്തെങ്കിലുമൊക്കെ ഇടാനുള്ളത് ഉണ്ട്. 2 സൈഡിലും ഉണ്ട്. നല്ല അടിപൊളി മെറ്റീരിയൽ, മറ്റേ ജൂട്ടിൻ്റെ. പിന്നെ ഇതാണ് അതിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്ന ഹെംപ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇതിൻ്റെ തന്നെ ഞാനൊരു 1 സൈഡ് ബാഗ് മേടിച്ചിരുന്നു. അത് അത്യാവശ്യം നല്ല കുഴപ്പം. പക്ഷെ അത് മറ്റു ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. പക്ഷേ ഇത് അത്രയും കുറച്ച് നമുക്ക് കിട്ടി. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു റോ ഉണ്ട്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ക്യാഷൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. അപ്പം ഞാൻ സംശയിച്ചായിരുന്നു. സോ ഇതിലെൻ്റെ ഇത്രയും വലിയ പേഴ്സ് കയറുമെന്ന്. പക്ഷേ കുഴപ്പമില്ല, ഇത്രയും വലിയ പേഴ്സ് കയറി കണ്ടോ. ഇത്രയും വലിയ പേഴ്സ് കയറി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കിറ്റ്. ഇതിൻ്റെ സിബ്സൊക്കെ നല്ല ക്വാണ്ടിറ്റി ആട്ടോ, നല്ല അടിപൊളി. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു അറയാണ് വരുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ചില്ലറ, അതുപോലെ ഇനി മേക്കപ്പ്, പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഒരേ അറയാണ് കേട്ടോ ഉള്ളത്. 2 സിബുണ്ട്. അങ്ങനെ ഈ ഒരേ അറയിൽ ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കൊണ്ടുപോകും. പിന്നെ ഇതിലുള്ളത് കുടയുണ്ട്. പിന്നെ ടവൽ. ഇതിൽ തന്നെ നമുക്കുള്ളത് ഇങ്ങനെ ഒരു വലിയ അറ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞറയുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടോ, ഒരു കറുത്ത ഒരു കുഞ്ഞറ. എനിക്ക് തോന്നുന്നു സീക്രട്ട് അറയാണ് തോന്നുന്നു. സോ ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു, അത് താഴെ പോയി. ഓക്കെ, മേക്കപ്പ് എനി ഐറ്റംസ് ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രമേ കൊണ്ടുപോകും. പിന്നെ ചീപ്പ്, പിന്നെ എൻ്റെ മെഡിസിൻ,
എന്തെങ്കിലുമൊക്കെ അങ്ങനെ മെഡിസിനില്ല എന്തെങ്കിലും. പിന്നെ ചീപ്പ്, പെൻ, ബുക്ക് എല്ലാം എവറിത്തിങ് എല്ലാം ഇതിനകത്ത് ഇടാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. അല്ലാതെ അതിൻ്റെ പുറമേ നമുക്ക് ഇടാം. പാഡ് വെക്കാം. എല്ലാം ഒരു കംഫർട്ടബിൾ ആയിരുന്നു. സോ തൂക്കാനൊക്കെ വളരെ എങ്ങനെ എനിക്കിത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഒന്ന് തത്തി വെക്കാൻ ഞാൻ കാണിച്ചു തരാം. സോ ഇങ്ങനെ വരും കേട്ടോ. സോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് അടിപൊളിയായിട്ട് പക്ഷേ കേട്ടോ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അത്രയും വലിയ കനമൊന്നും ഇല്ല. അത്യാവശ്യം ഇപ്പോൾ ഒരു ഫുഡ് ഞാൻ എന്തൊക്കെ വെക്കണം, ഫുഡ്, അതെ. പിന്നെ ബോട്ടില്, വാട്ടർ ബോട്ടിൽ ഉണ്ടാവും. പിന്നെ എന്താ, ഫോൺ ഉണ്ടാവും, ചാർജർ ഉണ്ടാവും, മേക്കപ്പ്, മെഡിസിൻ, കൊട, പിന്നെ പേഴ്സ്, ഇത്രയും വലിയ പേഴ്സ്, പിന്നെ അല്ലറ ചില്ലറ കേസസ്, പിന്നെ എന്തെങ്കിലും കർച്ചീഫ് 2 ടൈപ്സ് അതിപ്പുറത്തും വെക്കും, ഹെഡ്സെറ്റ്, അങ്ങനെയെല്ലാം എല്ലാ ടൈപ്പ് സാധനങ്ങളും വെക്കാം. ഫില്ല് ചെയ്ത് വെക്കാം നമുക്ക്. പക്ഷേ എന്നാലും എൻ്റെ ഈ സാധനം വെച്ചിട്ട് ഈ ബാഗിൽ പകുതിയേ കൊള്ളുന്നുള്ളൂ. എന്നാലും എനിക്കിത് വലിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. ഞാനിത് എന്തായാലും ഇതിനിപ്പോൾ ബാഗ് മേടിക്കാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് സജസ്റ്റ് ചെയ്യണം, ഏത് ബാഗും മേടിക്കണം, ക്യൂട്ട് ബാഗ്സ് ഉണ്ടോ, നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ ഉള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അത്രയ്ക്ക് ക്യൂട്ടാട്ടോ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സംഭവം. ഞാൻ മേടിച്ച എൻ്റെ കാശ് പോകുന്ന. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 300 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കിത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. അല്ലെങ്കിൽ എന്നെ പേഴ്സണൽ അറിയുന്ന ആൾക്കാരാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ലിങ്ക് ഞാൻ ഇട്ടാം. മീഷോയിലാണ് ഞാൻ മേടിച്ചത്. മീഷോയിൽ നിന്ന് ആകെ ഈ ഒരു ടൈപ്പ് ബാഗ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കളറ് ആകെ ഒരാൾ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇത് മേടിച്ചിട്ട് അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ള മീഷോയിൽ. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷനാണ്, ഇത് മേടിച്ച ചെറുതാവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇത് ഇപ്പം എന്നെ പോലത്തെ ആൾക്കാർക്കൊക്കെയാണ് ഇത്രയും സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു ഇത്. കോളേജ് ബാഗിൽ ബുക്ക് വെക്കാം, പേന വെക്കാം, എല്ലാം നമുക്ക് വെക്കാം. ഓഫീസ് ബാഗിനും ഇത് കോളേജ് ബാഗിനും എല്ലാത്തിനും പറ്റുന്ന ഒരു നല്ലൊരു ബ്രാൻഡാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്രയും ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി എന്ന് വെച്ചിട്ട് ജൂട്ടിൻ്റെ സാധനം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഇത്രയും ഇപ്പം ഞാൻ പറയും, ഞാനിത് ഞങ്ങളുടെ അടുത്ത ഷോപ്പിൽ ചെന്നും ജൂട്ടിൻ്റെ ഇതേ ബാഗ് തന്നെ മേടിക്കുവാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷെ ഇത് ഓൺലൈനിൽ ഇത്രയും ഇതിൽ കിട്ടുവാണെങ്കിൽ, ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ട്, അപ്പം മേടിക്കുവാണെങ്കിൽ എന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളത് മേടിച്ചു നോക്കുക. പിന്നെ ഞാനിത് മീഷോയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ മീഷോയിൽ ഇതിൻ്റെ മൊത്തമായിട്ടുള്ള പിക്ക് ഞാൻ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യുമ്പോൾ അത് നോക്കുമല്ലോ, ഫോട്ടോസും കൊണ്ട് നോക്കിയാലേ എല്ലാവരും മേടിക്കത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട് എത്ര വലിപ്പം ഉണ്ടെന്നോ. അപ്പോൾ നമ്മുടെ വലിപ്പം ഇത്രയേ ഉള്ളൂ, ഇത്രയും വലിപ്പമുള്ളൂ. ഇതാണ് നമ്മുടെ കൈയെങ്കിൽ ഈ കൈയുടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നല്ല ബാഗ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കൊള്ളും. ഈ ഒരു ഓറയല്ലേ, അറ കൊണ്ട് അത്യാവശ്യം എല്ലാം. അതിൻ്റെ ഉള്ളിലും അറയുണ്ട്, സീക്രട്ട് അറയുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ നാൾ ഇത് കാണിക്കണമല്ലോ ആരെങ്കിലും, അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി ക്യൂട്ട് വീഡിയോ എന്ന് പറയുന്നത്.